ഹലോ മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഓണം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ആഫ്റ്റർ ഒബ്സർവിംഗ് ദ ഇമേജ് ഓഫ് എ ലൈറ്റ് റേ ഫോളിംഗ് പെർപെൻഡിക്കുലർലി ഫ്രം മീഡിയം 1 to medium 2, choose and write the correct answer related to the following statements. ഇതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്താണ് വേണ്ടത്. ഒന്ന്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 90 degree. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ബി 0 degree. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ചേഞ്ച്ഡ് ഹിയർ, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ഓൾസോ ചേഞ്ച്. മക്കളെ, ഫിഗർ നോക്കിയാൽ അറിയാം, ഇൻസിഡന്റ് റേ വരുന്നത് നോർമലിലൂടെയാണ്. നോർമലിലൂടെ വരുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് വല്ലതുണ്ടോ നോക്കൂ. യെസ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 1, 3, 4 വരുന്ന ആൻസർ ഏതെങ്കിലും ഉണ്ടോ നോക്കൂ. 1, 3, 4 വരുന്നില്ല. 3, 4 വരുന്നുണ്ട്, ദെൻ 3 വരുന്നുണ്ട്. സോ ഈ കേസിൽ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ റിലേറ്റഡ് ടു ദ മിറാഷ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. മിറാഷുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ്, ഇൻ ഡെസേർട്സ് ആൻഡ് ഓൺ റോഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ്, സൈറ്റ്സ് ദാറ്റ് അപ്പിയർ ലൈക്ക് വാട്ടർ ആർ സീൻ ആസ് എ റിസൾട്ട് ഓഫ് മിറാഷ്. നമ്മൾ ഈ മരുഭൂമികൾ, അതുപോലെ തന്നെ നമ്മൾ ഈ ഹൈവേയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് വാട്ടർ ഫോർമേഷൻ നമുക്ക് മുന്നിൽ റോഡിലൊക്കെ വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഇത് മിറാഷ് കാരണമാണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ റീസൺ പറയുന്നത്, a mirage is formed due to the total internal reflection of light in air layers having different temperatures. ഈ മിറാഷ് സംഭവിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ടാണ് ലൈറ്റിന്. എങ്ങനെ, നമ്മുടെ എയറിലുള്ള ഡിഫറെൻറ്റ് ലെയറുകൾക്ക് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് ഈ മിറാഷ് ഫോർമേഷൻ നടക്കുന്നതെന്നാണ് റീസൺ പറയുന്നത്. സോ റീസണും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്, അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതാണോ ഓപ്ഷൻ നോക്കുക. അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ, ഓപ്ഷൻ എ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് കുറച്ച് ഒബ്സർവ് ദ ടേബിൾ റിലേറ്റഡ് ടു സൈൻ ബോർഡ്സ് പ്ലേസ്ഡ് അലോങ് റോഡ്സ്. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് സൈൻ ബോർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. മാൻഡേറ്ററി സൈൻ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കോഷണറി സൈനിൽ ട്രയാങ്കിൾ ആണ്, ബട്ട് പോലീസ് സ്റ്റേഷൻ ഒരു കോഷണറി സൈൻ അല്ല. ഇൻഫോർമേറ്റീവ് സൈനിൽ ഓക്കെ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, ഹോസ്പിറ്റൽ, ഹെഡ്. അപ്പം എയും സിയും കറക്റ്റാണ്, ബി റോങ് ആണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇനേർഷ്യ ആർ കറക്റ്റ്. ഇനേർഷ്യയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇനേർഷ്യ ഇസ് ദ ടെൻഡൻസി ഓഫ് എൻ ഒബ്ജക്ട് ടു റെസിസ്റ്റ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ശരിയാണ്. എ സ്റ്റേഷനറി ഒബ്ജക്ട് ഹാസ് നോ ഇനേർഷ്യ. തെറ്റാണ്. സ്റ്റേഷനറി ഒബ്ജക്റ്റുകൾക്ക് ഇനേർഷ്യ ഉണ്ടായിരിക്കും കേട്ടോ. ഹെവിയർ ഒബ്ജക്ട്സ് ഹാവ് മോർ ഇനേർഷ്യ ദാൻ ലൈറ്റർ വൺസ്. ശരിയാണ്. ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദി ഒബ്ജക്ട്. ശരിയാണ്. സോ 1, 3, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ മീഡിയ ആണ്, രണ്ടാമത്തെ കോളത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്രൗൺ ഗ്ലാസിനാണ്, ഏറ്റവും കുറവ് എയറിനാണ്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, കെറോസിനും വാട്ടറും. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ചെക്ക് ചെയ്യുക. വാട്ടർ 1.33 ആണ്, കെറോസിൻ 1.44 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ കെറോസിനാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് വാട്ടറിനാണ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ റിലേഷൻ ഉണ്ട് മക്കളെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ അവർക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ആർക്കാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് അവർക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇൻ വിച്ച് മീഡിയം വിൽ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ബി ദ ഹയസ്റ്റ്. ഏത് മീഡിയത്തിലായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കാം? സ്പീഡ് ഓഫ് ലൈറ്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമ്മൾ റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ ഭാഗത്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ. സോ ആൻസർ എന്തായിരിക്കും മക്കളെ? എയർ ആണ് ആൻസർ വരിക. ദെൻ കംപ്ലീറ്റ് ദ ഡയഗ്രാം ഓഫ് ലൈറ്റ് ഫോളിംഗ് ഫ്രം കെറോസിൻ ടു വാട്ടർ. കെറോസിൽ നിന്ന് വാട്ടറിലേക്കുള്ള ഈ ലൈറ്റ് റേ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിനെയും കമ്പയർ ചെയ്യുക, കെറോസിനും വാട്ടറും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായിരിക്കാണ് കെറോസിനാണ് വാട്ടറിനേക്കാൾ. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേസ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? റിഫ്രാക്റ്റഡ് റേ വിൽ ബെൻഡ് അവേ ഫ്രം ദി നോർമൽ. അതുമായി ബന്ധപ്പെട്ട ഫിഗർ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അതുമായി ബന്ധപ്പെട്ട ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ബി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഈ രീതിയിലാണ് അതിൻ്റെ ചിത്രം വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ, റൈറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനിൽ 3 ഗ്രാഫുകളുണ്ട്. ചോദ്യം ഇതാണ്, വിച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ് മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. ഇതിൽ യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ഒന്നാമത്തെ ഗ്രാഫാണ് യൂണിഫോം വെലോസിറ്റി, രണ്ടാമത്തെ ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ ആണ്, മൂന്നാമത്തെ ഗ്രാഫ് റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ഒന്നാമത്തെ ഗ്രാഫ്. ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അടുത്തത്, വിച്ച് ഗ്രാഫ് റെപ്രസെൻറ്റ് മോഷൻ വിത്ത് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ്റെ ഗ്രാഫ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ ഫിഗറാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യലി ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നുണ്ട്, ദെൻ വെലോസിറ്റി ഡിക്രീസ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റിട്ടാർഡേഷൻ. ഏഴാമത്തെ ചോദ്യം പ്രോബ്ലം ആണ്. എ ഫോഴ്സ് ഓഫ് 18 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ്. ഇത് എവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയും മക്കളെ? നമ്മൾ 3rd ചാപ്റ്ററിൽ ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന ടോപ്പിക്കില്ലേ, ആ ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. എ ഫോഴ്സ് ഓഫ് 18 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ എൻ ഒബ്ജെക്ട് ഫ്രം ഈസ്റ്റ് ടുവേർഡ്സ് വെസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഒരു ഒബ്ജക്റ്റിൽ 18 ന്യൂട്ടൻ്റെ ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എ ഫോഴ്സ് ഓഫ് 25 ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഓൺ ദ ഒബ്ജെക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതേ ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് എത്ര ന്യൂട്ടൻ്റെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്? 25 ന്യൂട്ടൺ. അപ്പോൾ 2 ഫോഴ്സുകൾ നിന്നിട്ടുണ്ട് അല്ലേ? F1 ആണ് ഒന്നാമത്തെ ഫോഴ്സ്, F2 രണ്ടാമത്തെ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ഫോഴ്സിനെ പോസിറ്റീവ് ആക്കി എടുക്കണം, രണ്ടാമത്തെ ഫോഴ്സിനെ നെഗറ്റീവ് ആക്കി എടുക്കണം. രണ്ടും കൂടി കൂട്ടുക, അപ്പോൾ നെറ്റ് ഫോഴ്സ് കിട്ടും. 18 പ്ലസ് -25. ആൻസർ എത്ര വരും മക്കളെ? -7 എന്ന് കിട്ടും. ഓക്കെ, ഈസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സിൽ എത്രത്തോളം ചേഞ്ച് വരുത്തണം എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ഈസ്റ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 25 ന്യൂട്ടൺ ആണ് അല്ലേ? സോ അതിൽ എത്രത്തോളം ചേഞ്ച് വരണം? നെറ്റ് ഫോഴ്സ് 0 ആവണമെന്നുണ്ടെങ്കിൽ അത് കുറയണം അല്ലേ? ഒരു 7 ന്യൂട്ടണും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 7 ന്യൂട്ടൺ ഫോഴ്സ് ഷുഡ് ബി ഡിക്രീസ് ടു മേക്ക് നെറ്റ് ഫോഴ്സ് 0. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, ആക്സിലറേഷൻ വെലോസിറ്റി ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്. ആക്സിലറേഷനും വെലോസിറ്റി ഒക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫ്രം ഡെയിലി ലൈഫ് വേർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആക്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിൽ ആക്ട് ആവുന്നതിന് 2 ഉദാഹരണങ്ങൾ ഏതാണെന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ 8 എ കാർ സ്പീഡിങ് അപ്പോൺ എ സ്ട്രേറ്റ് റോഡ്. ഓക്കെ, ഒരു സ്ട്രേറ്റ് റോഡിൽ കാർ ഇങ്ങനെ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂട്ടി വരുന്ന സമയത്ത് ഇത് രണ്ടും ഇവിടെ കണക്ട് ആവുന്നുണ്ട്. രണ്ടാമത്തെ, ബോൾ ഫോളിങ് ഫ്രം അണ്ടർ ഗ്രാവിറ്റി. ഓക്കെ, ഫ്രീലി ഫോൾ, മുകളിൽ നിന്ന് വീഴുന്ന ബോളിൻ്റെ സ്പീഡ്. ഓക്കെ, ഇത് ഈ 2 സിറ്റുവേഷനിലും വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എന്താവും? സെയിം ഡയറക്ഷനിൽ ആക്ട് ആവും. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ബി, ഇഫ് ദേ ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ മോഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ആക്സിലറേഷനും വെലോസിറ്റിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നതാണ് ചോദ്യം. ഡെഫിനറ്റ്ലി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നിന്നിട്ട് അത് റെസ്റ്റിലേക്ക് എത്തിച്ചേരും. അതിൻ്റെ ആൻസർ എന്താ വരിക? ഓക്കെ, ദ ഒബ്ജക്റ്റ് വിൽ സ്ലോ ഡൗൺ ആൻഡ് മേ ഇവൻച്വലി കം ടു റെസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി 9ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താ മക്കളെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? every body continues its state of rest or uniform motion unless and until an external unbalanced force acts on it. ഇതിന് പറയുന്നവരാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 physical quantities that are defined by this law. ഈ ലോയുടെ ബേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതാനാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം 1 ഫോഴ്സ് ആണ്, രണ്ടാമത്തത് ഇനർഷ്യ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് എ ലൈറ്റ് റേ ഇൻസിഡന്റ് ഓൺ ദ ബൗണ്ടറി ബിറ്റ്വീൻ 2 മീഡിയം. 2 മീഡിയം ഉണ്ട്, മീഡിയം എ ആൻഡ് മീഡിയം ബി. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് മീഡിയം എ? മീഡിയം എയുടെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? നമ്മൾ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ, റിഫ്രാക്റ്റഡ് റേ കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെയാണ്. റിഫ്രാക്റ്റഡ് റേ സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെ പോകുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. സോ വാട്ട് വിൽ ബി ദ ക്രിട്ടിക്കൽ ആംഗിൾ? പ്രകാരം വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് മീഡിയം എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ, അവിടെ കൊടുത്തിരിക്കുന്ന 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ അല്ല. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ഇൻസിഡൻറ്റ് റേ ആണ്. ഈ തന്നിരിക്കുന്നത് നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ അല്ല 40 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇത് 50 ആയിരിക്കും. ആ 50 തന്നെയായിരിക്കും ക്രിട്ടിക്കൽ ആംഗിളും. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഉത്തരത്തിലായിരിക്കും മക്കളെ 50 ഡിഗ്രി ആയിരിക്കും. വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഇൻസിഡൻറ്റ് റേ ഇൻ ദ മീഡിയം എ if the angle of incidence is greater than critical angle? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്.
നമ്മൾ പഠിച്ചിട്ടുണ്ട് if angle of incidence is greater than critical angle the ray of light undergoes total internal reflection. അപ്പോൾ എന്താ നടക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് റേ ഓഫ് ലൈറ്റിന് നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യനിൽ ബി എന്തായിരിക്കും മക്കളെ? ഇറ്റ് വിൽ അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അടുത്തൊരു ചോദ്യം 10 ബി എ ലൈറ്റ് റേ ഈസ് ഷോൺ ഇൻസിഡൻറ്റ് ഫ്രം എയർ ടു വാട്ടർ അറ്റ് an ആംഗിൾ ഓഫ് 49 ഡിഗ്രി. 49 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ റീസൺ വൈ ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ക്ലോസർ ടു ദ നോർമൽ ഇൻ ദിസ് കേസ്. എന്തുകൊണ്ടാണ് റിഫ്രാക്റ്റഡ് റേ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ആയതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എയറിനെയും വാട്ടറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കാണ് വാട്ടറിനാണ്, എയറിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഈ കേസിൽ റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും മക്കളെ? ദ റിഫ്രാക്റ്റഡ് റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ലൈറ്റ് റേ ഈസ് ഇൻസിഡന്റ് അറ്റ് ദ സെയിം ആംഗിൾ 49 ഡിഗ്രി ഫ്രം വാട്ടർ ടുവേർഡ്സ് ദി ബൗണ്ടറി. വാട്ടറിൽ നിന്നും എയറിലേക്കാണ് ലൈറ്റ് റേ വരുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 49 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം വാട്ടറാണ്, വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ആണ്. തന്നിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 49 ആണ്. സോ 49 ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിലെ ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 11 എ ബോൾ മൂവ്സ് ഫ്രം പോയിന്റ് പി ആൻഡ് റീച്ചസ് ക്യൂ ദെൻ മൂവ്സ് ടു പോയിന്റ് ആർ ആൻഡ് റിട്ടേൺസ് ടു പോയിന്റ് ക്യൂ. ഓക്കെ, ഇതിന് മനസ്സിലാക്കേണ്ട, ആദ്യം പിയിൽ നിന്ന് ക്യൂവിലേക്ക് പോകും, ദെൻ ക്യൂ നിന്ന് ആറിലേക്ക് പോകും, ദെൻ ആറിൽ നിന്ന് അഗെയിൻ ക്യൂവിലേക്ക് തിരിച്ചു വരും. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്? കൂട്ടി നോക്കുക. 6 + 3 + 3 ആൻസർ 12 മീറ്റർ ആയിരിക്കും മക്കളെ ഉത്തരം വരിക. ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോൾ ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ്? മക്കളെ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോ ആണ്. ഇനീഷ്യൽ പൊസിഷൻ പി അല്ലേ, ഫൈനൽ പൊസിഷൻ എത്തുന്നത് ക്യൂ ആണ്. സോ അവർ തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അത് എത്രയാ? 6 മീറ്റർ ആണ്. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 11 ക്വസ്റ്റ്യൻ ബി. ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യനിൽ ബി ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഡയഗ്രാം നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. അതിന് 4 പൊസിഷൻസ്, കുറച്ച് പൊസിഷൻസ് പറയുന്നുണ്ട്. ക്യു ആർ എസ്, ഫൈനലി റീച്ചിങ് എസ്. പി എന്ന് പറയുന്ന പോയിന്റാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇതുമായി ബന്ധപ്പെട്ട് സ്പീഡും വെലോസിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. തന്നിരിക്കുന്ന ടേബിളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി എന്നാണ് കേട്ടോ. വൈൽ അറ്റ് ക്യൂവിൽ എത്തുന്ന സമയത്ത് മക്കളെ സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ ആൻസറിൽ പറയേണ്ടി വരും. ഓക്കെ, ഒന്നാമത്തെ കേസ് വൈൽ അറ്റ് ക്യൂ, പി ടു ക്യൂ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 60 ആണ്, ടൈം 10 ആണ്. സോ 60/10 ആൻസർ 6 മീറ്റർ പെർ സെക്കൻഡ്. ആ സമയത്ത് വെലോസിറ്റി എന്തായിരിക്കും? സെയിം, ഡിസ്പ്ലേസ്മെന്റ് 60 ആണ്, ടൈം 10 ആണ്. സോ 60/10 6 തന്നെയാണ്. പക്ഷേ നമ്മൾ ഡയറക്ഷൻ പറയണം എന്താണ്? പി ടു ക്യൂ. വയലറ്റ് ആർ ആണെങ്കിൽ എന്തായിരിക്കും? ആറിലാവുമ്പോൾ ഡിസ്റ്റൻസ് എത്ര മക്കളെ? 60 + 90 150 ആവും. ടൈമോ 25 സെക്കൻഡ്. 150/25 ആൻസർ 6 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ പിയിൽ നിന്ന് ആറിലേക്ക് ഏതെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടോ? പാത്ത് ഉണ്ടോ? ഉണ്ട്, 125 മീറ്റർ എന്ന് കാണിച്ച പാത്ത്. അപ്പോൾ അതാണ് എടുക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട്. സോ ടൈം സെയിം ആയിരിക്കും, 125/25 ആൻസർ വരിക 5 മീറ്റർ പെർ സെക്കൻഡ് പി ടു ആർ. അടുത്തത് വൈൽ അറ്റ് എസ്സിലെത്തുന്ന സമയത്ത് ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് കണ്ടെത്തണ്ടേ. ഡിസ്റ്റൻസ് എന്താ? ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ആണ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടുക. 60 + 90 + 54 എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 204 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എടുത്ത സമയം എത്രയായിരിക്കും? 10 + 15 + 9 34 സെക്കൻഡ് സമയം. അപ്പോൾ 204/34 ആൻസർ 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് സ്പീഡ് വരിക. ഇവിടെ വെലോസിറ്റി എന്ത് വരും? പി എന്ന് എസ്സിലേക്കല്ലേ. അപ്പോൾ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത് 136. ഓക്കെ, ഈ കേസിൽ നമ്മൾ ടൈം എടുക്കേണ്ടത് 34 സെക്കൻഡ് സമയം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് പ്രകാരം നമുക്ക് കിട്ടുന്ന ആൻസർ
4 meter per second towards P2 S ആണ് കിട്ടുക ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ കേട്ടോ. ഓക്കെ ഓക്കെ ദ ബോട്ടം ഓഫ് എൻ അക്വേറിയം അപ്പിയേഴ്സ് ടു ബി റൈസ്ഡ്. എന്തായിരിക്കും ഇതിന് കാരണം മക്കളെ? അത് സാധാരണ നമ്മൾ ഇപ്പോൾ അക്വേറിയം അതുപോലെ പോണ്ടിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ബോട്ടം മുകളിലേക്ക് ഹൈറ്റ് ഡെപ്ത് കുറവുള്ളതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് റിഫ്രാക്ഷൻ മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഡ്യൂ ടു റിഫ്രാക്ഷൻ. റൈറ്റ് ടു അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഫിനോമിനൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഫീൽഡിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നതാണ് ചോദിക്കുന്നത്. ഒന്ന് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ലെൻസിൽ ഉപയോഗിക്കാറുണ്ട്, പിന്നെ സ്പെക്ട്രോസ്കോപ്പിയിലും വരാറുണ്ട്. 13ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഒബ്സർവ് ദ ഡയഗ്രാം ഷോൺ ഇൻ ദ ഫിഗർ showing refraction of light ray from medium 1 to medium 2 and answer the question based on it. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, രണ്ട് മീഡിയം 1ഉം മീഡിയം 2 ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഒന്ന് എ ക്വസ്റ്റ്യൻ വെൻ ലൈറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഗിവൺ ഡയഗ്രാം. തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്നും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുക. അത് ഏതാണ് ആംഗിൾ വരിക? ഈ ആംഗിളാണ്. തന്നിട്ടില്ല. അത് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 - 30. ആൻസർ 60 ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 40 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ഇറ്റ് ഈസ് പോസിബിൾ ടു സീ സൺ ഈവൻ ബിഫോർ ഇറ്റ് ഈസ് ആക്ച്വലി റീച്ചസ് ദി ഈസ്റ്റേൺ ഹൊറൈസൺ ഇൻ ദ മോർണിംഗ്. വാട്ട് കുഡ് ബി ദ റീസൺ? അതായത് സൂര്യോദയത്തിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും ഈസ്റ്റേൺ ഹൊറൈസണിൽ. എന്തായിരിക്കും ഇതിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. മക്കളിതിൻ്റെ കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓക്കെ പറയുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ദ സൺസ് റേ ബെൻഡ് ആസ് ദേ പാസ് ത്രൂ എർത്ത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന റിഫ്രാക്ഷൻ കാരണം ഈ സൺലൈറ്റിന് എന്ത് സംഭവിക്കാം? സൺറൈസിന് ബെൻഡിങ് സംഭവിക്കാം. മേക്കിംഗ് ദ സൺ അപ്പിയർ അബവ് ദ ഹൊറൈസൺ ഈവൻ വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ബിലോ ഇറ്റ്. അത് ഹൊറൈസണിൻ്റെ താഴെയാണെങ്കിലും നമുക്ക് മുകളിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ ഇനി 14ാമത്തെ ചോദ്യം ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4. വാട്ട് ഈസ് മീൻ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N=C/V ആണ്. എന്താ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് 3 × 10⁻⁸ m/s, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. ഡയമണ്ടിലെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ N=C/V ആണ്. സി തന്നിട്ടുണ്ട് എത്രയാണ്? 3 × 10⁻⁸. നമുക്ക് കണ്ടെത്തേണ്ടത് V ആണ്. N നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. N എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയും മക്കൾ വരിക? 2.41. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാസ്റ്റ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും 1.25 × 10⁻⁸ m/s. 15ാമത്തെ ക്വസ്റ്റ്യൻ an object moves from point A, passes through B and reaches C. ഒരു സർക്കിൾ ആണ് അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ബിയിലെത്തുന്നു, ദെൻ സിയിലേക്ക് എത്തിച്ചേരുന്നു. എ ആണ് ഇനീഷ്യൽ പൊസിഷൻ, സി ഫൈനൽ പൊസിഷൻ ആണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്? ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ ടൈം ടേക്കൺ ഫോർ ജേർണി ഈസ് 400 seconds, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി. See, if the object returns to point A via D, what will be its velocity? 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? യെസ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്? 157 + 43. ഡയമീറ്റർ 200 മീറ്റർ ആണല്ലോ, സോ അതിൻ്റെ ഫുൾ ഇത് വരുന്നത് 157+. അപ്പോൾ ബാക്കിയുള്ള B to Cയുടെ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ 200 - 157 ചെയ്യണം. കിട്ടും നമുക്ക് 43 കിട്ടും. സോ ഫൈനൽ ആൻസർ വരെ 200 മീറ്റർ ആണ്. ഇഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ജേർണി ഈസ് 400 seconds, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ്? A to Cയിലേക്കുള്ള ദൂരം 200 മീറ്റർ ആണ് അല്ലെ? ഡയറക്റ്റ് ഡിസ്റ്റൻസ് 200/400, ആൻസർ 0.5 m/s ടുവേർഡ്സ് C എന്നാണ് എഴുതേണ്ടത്. If the object returns to point A via D, what will be its velocity? ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് തിരിച്ച് എയിലേക്ക് വരികയാണ്, ഡിയിലൂടെയാണ് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി എന്നാണ് ചോദിക്കുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ?
സിയിൽ നിന്ന് ഡിയിലേക്ക് പോയി ഡിയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഓൺലി സ്ട്രൈറ്റ് ലൈൻ റോഡിൽ പാത്തിൽ മാത്രമേ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവും. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവുന്ന സമയത്ത് നമുക്ക് വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ 0 ആയിരിക്കും കേട്ടോ. 16 ഗ്രാഫാണ്. ഈ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സിലും വൈയിലും എന്താ ഉള്ളതെന്നാണ്. എക്സിൽ ടൈമും വൈയിൽ വെലോസിറ്റിയുമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ക്വസ്റ്റ്യൻ ബി. ദ സ്റ്റേറ്റ്മെന്റ് സേ ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദി ഒബ്ജക്ട് ഫ്രം പോയിന്റ് എ ടു ബി. ഡു യു അഗ്രി വിത്ത് ദിസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നോ. എ നിന്ന് ബിയിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നു. ശരിയാണോ? അല്ല, ശരിയല്ല. എ ടു ബി സ്ട്രൈറ്റ് ആണ്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി സ്ക്വയർ നമ്മൾ കാണണം. എന്താ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 50 × 4 എന്ന് കിട്ടും. 50 × 4. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ മക്കളെ? സോ വെലോസിറ്റി, അവിടേക്കുള്ള വെലോസിറ്റി 50യും ടൈം 4 സെക്കൻഡ്. 4 സെക്കൻഡ് എങ്ങനെ കിട്ടുക? 4 മുതൽ 8 വരെ അല്ലേ? അപ്പോൾ 8 ന് 4 8 - 4 4 രണ്ടു കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 200 മീറ്റർ എന്ന് കിട്ടും. അടുത്തത് യൂസിങ് ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്ട് ഫ്രം പോയിന്റ് O to A. O to Aയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനാണ് പറയുന്നത്. അതും നമുക്ക് കണ്ടല്ലോ ഒരു ട്രയാങ്കിൾ പോലെയുണ്ട്. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ കണ്ടാൽ മതി. ഹാഫ് BH, ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. സോ ആൻസർ ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു 4 × 50 ആണ് ആൻസർ വരിക. ആൻസറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ശരിയല്ലേ? സോ ഹാഫ് ഇൻറ്റു 4 × 50 ആൻസർ 100 മീറ്റർ. ഓക്കെ, യെസ്. ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16. 16ല് ബി ആണ്. നമ്മുടെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടൈമും വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്കെയിൽ എഴുതണം. ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് എൻ അപ്രോപ്രിയേറ്റ് സ്കെയിൽ ആൻഡ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ എക്സ് ആക്സിസിൽ ആരാ മക്കളെ വരാം? വെലോസിറ്റി ടൈം ഗ്രാഫിൽ ടൈം, വൈ ആക്സിസിൽ വെലോസിറ്റി. അപ്പോൾ എക്സ് ആക്സിസിലെ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ആക്കി എടുക്കണം? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5. ടൈം നമുക്ക് 10 സെക്കൻഡ് ആക്കി എടുക്കാം. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ/സെക്കൻഡ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രാഫ് നമ്മൾ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മളൊന്ന് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കണം. വരച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ബി ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്കൊരു ട്രപ്പീസിയാണ് അവിടെ കിട്ടുക. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു A + B × H ആണ്. അത് പ്രകാരം ചെയ്യുമ്പോൾ ഉത്തരം 500 മീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ആൻസർ ഹാഫ് ഇൻറ്റു A + B × H ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 500 മീറ്റർ. ഇനി 17ാമത്തെ ചോദ്യം പറയുന്നത് യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രാഫിക് റൂൾസ്. വാട്ട് ആർ ദി മെയിൻ പോയിന്റ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് വൈൽ റൈഡിങ് 2 വീലേഴ്സ് ഓൺ ദി റോഡ്. 2 വീലേഴ്സ് റോഡിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ? ഒന്ന്, ഓൾവേസ് വെയർ എ ഹെൽമെറ്റ് വെയർ ചെയ്യണം. 2, റൈഡ് ഓൺലി ഇഫ് യു ഹാവ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഒബേ സ്പീഡ് ലിമിറ്റ്സ് ആൻഡ് ട്രാഫിക് സിഗ്നൽസും സ്പീഡ് ലിമിറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. യൂസ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ടേണിങ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി 17 ബി. വാട്ട് ആർ ദ ലീഗൽ കോൺസിക്വൻസസ് ഇഫ് എ ചൈൽഡ് ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ് റൈഡ്സ് എ വെഹിക്കിൾ. 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെ ഉണ്ടാവാം? ഒന്ന്, ദ മൈനർ ക്യാൻ ബി പെനാലൈസ്ഡ് എന്ന് പറഞ്ഞാൽ പെനാൽറ്റി കിട്ടും. ഫോർ ഡ്രൈവിംഗ് വിത്തൗട്ട് എ ലൈസൻസ് പണിഷബിൾ അണ്ടർ ദി മോട്ടോർ വെഹിക്കിൾ ലോ പ്രകാരം നമ്മളൊരു പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. പെനാൽറ്റി ആയിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. അതുപോലെ പാരൻസ്, ഗാർഡിയൻ ഓർ വർക്കേഴ്സ് ഓണർ ക്യാൻ ബി ഹെൽഡ് ഇൻ ജയിൽ. പാരൻസും അതുപോലെ ഗാർഡിയനൊക്കെ ജയിലിലാവാനും സാധ്യതയുണ്ട്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 17 ബി. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിംഗ് കീ പോയിന്റ്സ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വൈൽ പ്രിപ്പയറിംഗ് എ സെമിനാർ ഓൺ ദി ടോപ്പിക് സ്റ്റുഡൻസ് ഇൻ റോഡ് സേഫ്റ്റി. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, റോഡ് സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ് ആസ് മെനി ആക്സിഡൻറ്റ്സ് ഒക്കർ ഡ്യൂ ടു കെയർലെസ്നെസ് ഓൺ ദി റോഡ്. Students must always follow traffic rules, use zebra crossings, wear helmets or seat belts, and avoid using mobile phone while walking or riding vehicles without license. Riding vehicles without license is dangerous and illegal for those below 18 years. Parents and schools should guide children about safe road behavior
By being careful and responsible, students can protect themselves and others, ensuring safer roads for everyone. Okay. ഇനി 18ാമത്തെ ചോദ്യം. An object of mass 500 gram is moving with velocity 10 meter per second. ഓക്കെ, ഈ തന്നിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിൻ്റെ മാസ് 500 gram ആണ്. ഇറ്റ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 10 meter per second തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ഒബ്ജക്ട് മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്ക് ടു ട്രാവൽ 100 meter. അപ്പോൾ ടൈമാണ് കണ്ടെത്തേണ്ടത്. അത് 100 meter സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി യൂണിഫോം ആണെങ്കിൽ, ദാറ്റ് മീൻസ് വെലോസിറ്റി 10 meter per second തന്നെയാണെന്ന് പറയുന്നത്. വെലോസിറ്റി 10 meter per second, ടൈമാണ് കണ്ടെത്തേണ്ടത്. ടൈം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. എത്ര വരും ആൻസർ? ഇറ്റ് ഈസ് ഈക്വൽ ടു 100/10. ആൻസർ ഇസ് ഈക്വൽ ടു 10 seconds എന്ന് കിട്ടും. ഓക്കെ, if an acceleration of 4 meter per second square is applied to the object, what will be the velocity after 2 seconds? നമ്മളൊരു 4 meter per second ആക്സിലറേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 സെക്കൻഡിന് ശേഷം ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്താവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിയാണ്, ദാറ്റ് ഈസ് വി. ഇനീഷ്യൽ വെലോസിറ്റി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 10 meter per second. സോ ടി തന്നിട്ടുണ്ട് 2 seconds. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്താ കണ്ടെത്തേണ്ടത്? വി കണ്ടെത്തണം. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച മക്കളെ വി കണ്ടെത്തും നമ്മൾ? വി ഇസ് ഈക്വൽ യു പ്ലസ് എ ടി. ആ ഇക്വേഷനിൽ കൊടുക്കുന്നത് യുവിൻ്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുക്കുക, എൻ്റെ സ്ഥാനത്ത് 4, ടീൻ്റെ സ്ഥാനത്ത് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു 10 × 10 + 8 എന്ന് കിട്ടും. 10 + 8 എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? 18 meter per second ആണ്. റെഡി അല്ലേ? ഓക്കെ, ആ സ്റ്റാർ അല്ല, അത് 10+ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 10 × 8 എന്നാണ്, 10 + 8 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ സി എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ സിയിൽ പറയുന്നത് കാൽക്കുലേറ്റ് ദ വെലോസിറ്റി അറ്റ് ദ മൊമെൻറ്റ് when the body travels at displacement of 100 meter with a uniform acceleration of 4 meter per second square. ബ്രാക്കറ്റിൽ ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second തന്നിരിക്കുന്നു. ഇത്തവണ കണ്ടെത്താൻ ചോദിച്ചത് വെലോസിറ്റിയാണ്, വി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 100 meter ആണ്. അപ്പോൾ അത് എസ് ആണ്. ക്വസ്റ്റ്യൻ എസ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ദെൻ യു തന്നിട്ടുണ്ട്. കണ്ടെത്താൻ പറഞ്ഞത് വി ആണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇക്വേഷൻ പ്രകാരം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 square plus 2 × 4 × 100. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 + 800. ദെൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 900 എന്ന് കിട്ടും. ഇനി വി എന്ന് പറഞ്ഞാൽ √900 ആണ്. അത് എത്രയാണ് വരിക? 30. സോ ആൻസർ ഈസ് 30 meter per second. ഓക്കെ, ഇനി 18 ബി ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 18 ബി, an object moves vertically upward from the ground with initial velocity. മക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ആണ് ആദ്യം അണ്ടർലൈൻ ചെയ്യേണ്ടത്. an object moves vertically upward from the ground with initial velocity of 50 meter per second. ഈ 50 എന്ന് പറഞ്ഞാൽ എന്താ? യു ആണ്, മുകളിലേക്കാണ് സഞ്ചരിക്കുന്നത് പറയുന്നു. will the object move with uniform velocity? just for your answer. ഈ ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയോ? നോ. എന്തുകൊണ്ട്? ദ ഒബ്ജക്റ്റ് വിൽ നോട്ട് മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി ബിക്കോസ് ദർ ഈസ് എ കോൺസ്റ്റന്റ് ഡൗൺവേർഡ് ആക്സിലറേഷൻ. മുകളിലേക്ക് പോകും തോറും താഴേക്ക് ഒരു കോൺസ്റ്റന്റ് ഡൗൺവേർഡ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സോ യൂണിഫോം വെലോസിറ്റി റിക്വയർ 0 net ആക്സിലറേഷൻ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ യൂണിഫോം വെലോസിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. പക്ഷേ താഴോട്ട് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകും തോറും അതിൻ്റെ വെലോസിറ്റി ഒരിക്കലും എന്താവില്ല മക്കളെ? യൂണിഫോം ആവില്ല. ഇനി ക്വസ്റ്റ്യൻ ബി, if the object experiences a uniform retardation of 10 meter per second square, calculate its velocity after 3 seconds. 3 സെക്കൻഡിന് ശേഷം അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, വി കണ്ടെത്താനാണ്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യു 50 തന്നിട്ടുണ്ട്, എ -10 ആണ്. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ -10, ടി ഇസ് ഈക്വൽ ടു 3. അപ്പോൾ അത് പ്രകാരം 50 - 30 ആൻസർ 20 meter per second എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസസ് എ റിട്ടാർഡേഷൻ ഓഫ് 10 meter per second square, കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ് ഇറ്റ് ക്യാൻ റീച്ച്. ഹൈറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ എസ് എന്ന് പറയുന്ന ലെറ്ററില്ലേ, അത് ഹൈറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ഇതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ആട്ടോ. അപ്പോൾ ഹൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ചോദിച്ചത് എസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ്
2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. മുകളിലേക്കാണ് ഒബ്ജക്റ്റ് പോകുന്നത് അല്ലേ? മുകളിലേക്ക് പോകും തോറും v എന്തായിരിക്കും? 0 ആയിട്ട് മാറും. സോ അറ്റ് ടോപ്പ് v ഈക്വൽ ടു 0. അപ്പോൾ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as ഇക്വേഷൻ എടുക്കുക. v 0 ആണ്, 8 മൈനസ് 10 ആണ്. അപ്പോൾ അത് പ്രകാരം 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് 10 ഇൻറ്റു എസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെൻ ഫൈനലി ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എസ് ഇസ് ഈക്വൽ ടു 125 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഫൈനൽ ആൻസർ. റെഡി അല്ലേ? ഈ രീതിയിലാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്, നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിസിക്സ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. പ്രധാനമായിട്ട് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. റിഫ്രാക്ഷനിൽ നമ്മൾ ഫിഗറുകൾ വരയ്ക്കാൻ പഠിക്കണം, റിഫ്രാക്ഷൻ്റെ ഫിഗേഴ്സ് വരയ്ക്കാൻ പഠിക്കണം. അതായത് റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ പ്രധാനമായിട്ട് 4 മീഡിയംസ് ഉണ്ട്: എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഇതിൻ്റെയൊക്കെ സ്പീഡ് ഓഫ് ലൈറ്റ് പഠിക്കണം. ദെൻ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ പഠിക്കണം. ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കണം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ പഠിക്കണം. പിന്നെ എന്താണ് റിഫ്രാക്ഷൻ, എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഈ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് അത് നമ്മൾ എക്സാമ്പിളൊക്കെ നോക്കി വെക്കണം. പിന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മിറാഷ്, അതുപോലെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ, പിന്നെ സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും സണ്ണ് ഹൊറൈസണിൽ അപ്പിയർ ആവാനുള്ള കാരണം, ഇതൊക്കെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കണം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നമ്മൾ ഡെഫിനിഷൻ പഠിക്കണം. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ 2 മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. 1 ഗ്ലാസ്, 2 വാട്ടർ. ഗ്ലാസിൻ്റെത് 42 ആണ്, അതുപോലെ വാട്ടറിൻ്റെത് 48.6 ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. പിന്നെ അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം. പെരിസ്കോപ്പ്, അതുപോലെ പ്രിസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ പാഠത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പ്രധാനമായിട്ടും ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, വെലോസിറ്റി, സ്പീഡ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. ദെൻ യൂണിഫോം ആക്സിലറേഷൻ എന്താണ്, നോൺ യൂണിഫോം ആക്സിലറേഷൻ പഠിച്ചു വെക്കണം. ദെൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗ്രാഫ് പഠിക്കാനുണ്ട്. 2 ടൈപ്പ് ഓഫ് ഗ്രാഫ് ഉണ്ട്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫും, രണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സൈൻസ് പഠിക്കാനുണ്ട്. ഒന്ന് മാൻഡേറ്ററി സൈന്, കോഷനറി സൈന്, പിന്നെ ഇൻഫർമേറ്ററി സൈനുകളൊക്കെ നോക്കി വെക്കുക. അതിന് എക്സാമ്പിൾസ് നോക്കി വെക്കണം. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ്ലി നമുക്ക് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് v is equal to u plus at, 2 v square is equal to u square plus 2as, 3 s is equal to ut plus half at square. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇക്വേഷൻസ് ഓഫ് മോഷനും കംപ്ലീറ്റ് ആയി. റെഡി അല്ലേ? പിന്നെ 3rd ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3rd ചാപ്റ്ററിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ അതിന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഇനർഷ്യ ഓഫ് മോഷനും ഇനർഷ്യ ഓഫ് റെസ്റ്റും പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എക്സാം ഒക്കെ ഉഷാറാക്കി എഴുതുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വായിച്ച് നോക്കണം. കൂൾ ഓഫ് ടൈമിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സമയമെടുത്ത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ആൻസർ ഷീറ്റിലേക്ക് ആൻസർ എഴുതാൻ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.